യൂണിവേഴ്സ് ഈ നിമിഷം നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശം നോക്കാം. വീട്ടിൽ ഗുഡ് ഫോർച്യൂൺ, നല്ലൊരു ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ലോട്ടറി അടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച ഒരു സമയം നന്നാവുക. നമ്മൾ പറയില്ലേ, ജോലിയിലൊക്കെ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ശരിയാവുക, അല്ലെങ്കിൽ വീട് തന്നെ ചിലപ്പോൾ വീട് പണിയൊക്കെ തുടങ്ങി ചിലപ്പോൾ ഇവിടെ എത്താത്തവർ എന്തെങ്കിലും തടസ്സങ്ങളായിട്ട് അങ്ങനെ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു തടസ്സം അത് മാറി നിങ്ങൾക്ക് നല്ല ഭാഗ്യം വരുന്നു എന്നാണ് പറയുന്നത്. വീൽ ഇൻഡിസിസീവ്നെസ് അലോവിങ് യുവർ ലൈഫ് ടു റാമ്പിൾ എയിംലെസ്ലി. ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് വിഷമിക്കേണ്ട ചിലർ. എന്താണ്, ഏത് ദിശയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഓപ്ഷൻസ്, പല ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അതിലേത് തിരഞ്ഞെടുക്കണം എന്നറിയാതെ ഒരു വിഷമഘട്ടത്തിലാണ് ചിലർ. അപ്പം അത് നിങ്ങളുടെ ജീവിതത്തിനെ വളരെയധികം ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചാൽ, ആഹാ, തിങ്സ് വിൽ നോട്ട് ഓൾവേസ് ബി ദിസ് വേ, എ ചേഞ്ച് ഈസ് കമ്മിങ്. അപ്പം നിങ്ങളോട് പറയുന്നത് എല്ലായ്പ്പോഴും കാര്യങ്ങൾ ഇതുമാതിരി ആയിരിക്കണം എന്നില്ല. ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഒരു കാറ്റർപില്ലറിനെ കണ്ടില്ലേ, അതിന് എഴയാനേ ശക്തിയുള്ളൂ. വെച്ചെടുത്ത് വെച്ചിട്ട് എത്ര ദൂരം ഒരു പുഴുവിനെ എഴഞ്ഞു നീങ്ങാൻ പറ്റും. അത് മാത്രമല്ല, അത് ശത്രുക്കൾക്ക് എപ്പോൾ വേണമെങ്കിൽ അതിനെ എടുത്ത് അത്രയും ഒരു നിസ്സഹായ അവസ്ഥയിലുള്ളൊരു, അത്രയും നമ്മൾ കാണാൻ ഒരു ഭംഗിയില്ലാത്തൊരു ജീവിയാണ് ഈ പൂമ്പാറ്റയുടെ പുഴു. പക്ഷേ പൂമ്പാറ്റയായി കഴിയുമ്പോഴോ അത് ഇഷ്ടമുള്ളത്തേക്ക് അതിന് പറന്നു പോകാം. കാണുന്നവർക്ക് തന്നെ ഒരു സന്തോഷമാണ് പൂമ്പാറ്റേനെ, കളർഫുൾ ആയതുകൊണ്ട് ഒരു സന്തോഷം, എല്ലാത്തിനും പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. സ്റ്റബോൺ അഗ്രസീവ് പേഴ്സൺ, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കണം. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് വേണ്ടത്. ഒരു വളരെ റൂഡായിട്ടുള്ള അങ്ങനെയുള്ള ഒരാൾക്കാരുണ്ടെങ്കിൽ അവർ ഒഴിവാക്കുക. ഇനി നമ്മളിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവം ഒന്ന് കുറയ്ക്കുക എന്നാണ് പറയുന്നത്. സ്ട്രോങ് ഇമോഷൻ, പാഷനേറ്റ് ലവ് ഓർ ഹെയ്റ്റ്, രണ്ടും ആവാട്ടോ. വളരെ ശക്തമായൊരു ഇമോഷനാണ്. നമ്മളിപ്പോൾ ബന്ധങ്ങൾ, ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയും. രണ്ടും ഏകദേശം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ട് വരും. ഏറ്റവും ഇൻറ്റൻസ് ആയ രണ്ട് ഇമോഷൻസ് ആണിത്. പ്രണയം വളരെയധികം ഇൻറ്റൻസ് ആണ്. അതുപോലെ തന്നെ പ്രണയിച്ച ആളെ ഒരിക്കൽ വെറുത്ത് കഴിഞ്ഞാൽ അത് അതിലും ഇൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിൽ ഓരോരുത്തരെ ഇതനുസരിച്ച് അങ്ങനെയൊരു ഇമോഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ന്യൂസ് ഈസ് ഓൺ ദ വേ, എന്തോ ഒരു ന്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു പോസിറ്റീവ് ന്യൂസാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മാറുമെന്ന് പറഞ്ഞില്ലേ, അതിനോടനുബന്ധിച്ച് എന്തോ ഒരു ന്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. കാത്തിരിക്കുക.